രാമജയം ശ്രീരാമജയം രാമജയം ശ്രീരാമജയം രാമജയം ശ്രീരാമജയം രാമജയം ശ്രീരാമജയം. ജയ് ശ്രീറാം. നമുക്ക് ശ്രീ രാമായണം 29-ാമത്തെ ഭാഗം, അതിൻ്റെ വിവരണം നമുക്ക് കേൾക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ ശ്രീരാമചന്ദ്രനും രാവണനുമൊക്കെയായുള്ള ഘോര യുദ്ധത്തിൻ്റെ ഭാഗമായി കുംഭകർണനെ തൻ്റെ സഹായത്തിനായി മറ്റുള്ളവർ എല്ലാവരും, മന്ത്രിമാരും സേനാനായകന്മാരും ഒക്കെ മരിച്ചു വീഴുന്ന അവസരത്തിൽ ബന്ധുക്കളൊക്കെ മരിച്ചു വീഴുകയാണ്. അപ്പോൾ 3 ദിവസത്തെ യുദ്ധത്തിൻ്റെ പരാജയം കണ്ടിട്ട് ഒരു നല്ല നേതാവില്ലാത്തത് കൊണ്ടാണ് തങ്ങൾക്ക് ഈ പരാജയം സംഭവിച്ചതെന്നറിഞ്ഞുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് ഉറങ്ങിക്കിടന്ന കുംഭകർണനെ, 9 ദിവസമായിട്ടേ ഉള്ളായിരുന്നു ഉറങ്ങാൻ തുടങ്ങിയിട്ട്, കുംഭകർണനെ വിളിച്ചുണർത്തുന്നു. കുംഭകർണൻ എന്നോട് വിവരങ്ങൾ പറയുന്നു. എന്നാൽ കുംഭകർണൻ ജ്യേഷ്ഠനോട് ചോദിക്കുന്നു, എന്തിനായിരുന്നു ജ്യേഷ്ഠ ഈ ഇത്രയും ബന്ധുമിത്രാദികളെയും ഈ ലങ്കയിലെ സൈനികരെയും ഒക്കെ വധിച്ച് ഇങ്ങനെയെല്ലാം ഈ രാജ്യം നശിപ്പിക്കാൻ തുടങ്ങുന്നത് എന്തിനാണ്? അങ്ങയുടെ ഇന്ദ്രിയ മോഹങ്ങളെ ഇനിയെങ്കിലും അതിനൊക്കെ വശംവദനാകാതെ ഇനിയും സമയമുണ്ട്. ശ്രീരാമചന്ദ്രൻ്റെ മുന്നിൽ സീതാദേവിയെ കൊണ്ട് സമർപ്പിച്ചിട്ട് ആ പതിവ്രത രത്നത്തിൻ്റെ പാദം വണങ്ങി ശ്രീരാമചന്ദ്രൻ്റെ മുന്നിൽ മാപ്പ് പറയുക. അപ്പോൾ നമുക്ക് നമ്മുടെ വംശം നശിക്കാതെ നമുക്കിനിയും രക്ഷപ്പെടാൻ സമയമുണ്ടെന്ന് പറയുമ്പോൾ, നിന്നെ ഉണർത്തിയത് നിൻ്റെ സാരോപദേശം കേൾക്കാനല്ല, നിനക്ക് യുദ്ധം ചെയ്യാൻ കഴിയുന്നില്ല, എന്നെ സഹായിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നീ സുഖമായി പോയി ഉറങ്ങിക്കോളും എന്ന് പറഞ്ഞ് വിടുമ്പോൾ, ഞാൻ ഏതായാലും എനിക്ക് പറയുവാനുള്ളത് ഞാൻ അങ്ങയോട് പറഞ്ഞതേയുള്ളൂ, അങ്ങയുടെ ഇഷ്ടത്തിനനുസരിച്ചേ ഞാൻ നിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ജ്യേഷ്ഠൻ്റെ അനുഗ്രഹം വാങ്ങി യുദ്ധക്കളത്തിലേക്ക് വരികയാണ് കുംഭകർണൻ. കുംഭകർണൻ എന്ന് വെച്ചാൽ നമ്മളൊക്കെ ചിന്തിക്കുന്നതിനേക്കാളൊക്കെ വലിയ പർവ്വതത്തോളം വലിപ്പമുള്ള ശരീരമുള്ള ആളാണ്. അതൊന്ന് ഈ കലിയുഗ മനുഷ്യർക്ക്, ത്രേതായുഗത്തിലെ മനുഷ്യരെയൊന്നും നമുക്ക്, മനുഷ്യരെയോ രാക്ഷസരെയോ ഒന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അത്രയ്ക്കും വലിയവരാണ് അവർ, വലിയ ശരീരമുള്ളവരാണ്. കലിയുഗത്തിലേക്ക് വന്നപ്പോൾ മനുഷ്യരൊക്കെ തീരെ പൊക്കം കുറഞ്ഞവരും ശരീരത്തിൻ്റെ ആരോഗ്യം കുറഞ്ഞവരും ചെറിയ ആയുസ്സുള്ളവരും ചെറിയ മനുഷ്യരുമായി മാറിയതാണ്. നമ്മളാണ് ത്രേതായുഗത്തിൽ രാമൻ്റെ ധർമ്മത്തെക്കുറിച്ചും രാവണൻ്റെ അനീതിയെക്കുറിച്ചുമൊക്കെ നമ്മൾ വിചിന്തനം ചെയ്യുന്നത്. എല്ലാം വ്യത്യസ്തമാണത് ആ കാലഘട്ടം. അപ്പോൾ അങ്ങനെ അലേറി ഒരു 1000 കിലോ വരുന്ന, ടൺ വരുന്ന, കിലോയല്ല അത്രയും 1000 ടൺ വരുന്ന ഒരു വലിയ ഇരുമ്പ് ഗദയുമൊക്കെ എടുത്തുകൊണ്ട് അലറിക്കൊണ്ട് യുദ്ധക്കളത്തിലേക്ക് വരുന്നത് കണ്ട് ശ്രീരാമചന്ദ്രൻ വിഭീഷണനോട് ചോദിക്കുകയായിരുന്നു, ആ വരുന്ന ഭീകരനായിട്ടുള്ള ആ സത്വം ആരാണ് എന്ന്. വിഭീഷണൻ പറയുന്നു, എൻ്റെ ജ്യേഷ്ഠനായ കുംഭകർണനാണ്. കുംഭകർണന് അനേകം വരങ്ങളും ഒക്കെ നേടി ഇട്ടുണ്ട്, വളരെ ധർമ്മബോധമുള്ള ആളാണ്. പക്ഷേ തൻ്റെ ജ്യേഷ്ഠനായ രാവണന് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന ആളുമാണ്. ബ്രഹ്മദേവൻ്റെ വരബലം കൊണ്ട് നിദ്ര ആയിപ്പോയി. രാവണനേക്കാൾ ശക്തനും ദൈവഭയമുള്ള ആളുമാണ്. 1000 രാവണന്മാർക്ക് തുല്യമാണ്, അത്രയും ശക്തനാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ കുംഭകർണൻ വന്ന് യുദ്ധക്കളത്തിൽ നിൽക്കുമ്പോൾ വിഭീഷണൻ ചെന്ന് കുംഭകർണൻ്റെ മുന്നിൽ ചെന്ന് താണ് വീണ് മാപ്പിരക്കുന്നു. ഞാൻ രാജ്യത്തെ ഒറ്റിക്കൊടുക്കുവാനും നമ്മുടെ വംശത്തെ നശിപ്പിക്കാനും ഒന്നും വേണ്ടി ഒരു ഭീരുവിനെ പോലെ ഓടി വന്നതല്ല, ജ്യേഷ്ഠനങ്ങനൊന്നും കരുതല്ലേ എന്ന് പറയുമ്പോൾ, നീ വളരെ ഭക്തോത്തമനായിട്ടുള്ള ആളാണ്, ഉത്തമനായ ഒരു ശ്രീരാമ ഭക്തനാണ്, നീ ഉള്ളതുകൊണ്ട് നമ്മുടെ വംശം എന്നും നിലനിൽക്കും, എനിക്കതിൽ വളരെ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ് അനുജനെ ഗാഠമായി ആലിംഗനം ചെയ്ത് എനിക്ക് ഈ ഭാഗ്യം കിട്ടിയില്ലല്ലോ, നീ വളരെ ഭാഗ്യവാനാണ് എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുകയാണ്. നിൻ്റെ പേരിൽ നമ്മുടെ ലങ്കയും നമ്മുടെ വംശവും എന്നും നിലനിൽക്കും, അനേക കാലം നീ നമ്മുടെ വംശം ഭരിച്ച് നിലനിൽക്കുക തന്നെ ചെയ്യും എന്ന അനുഗ്രഹം കൊടുത്തിട്ട് നീ വീണ്ടും ശ്രീരാമസന്നിധിയിൽ പൊയ്ക്കോളൂ എന്ന് പറയുകയാണ്. അതിനുശേഷം ശ്രീരാമചന്ദ്രൻ്റെ അരികിലേക്ക് വിഭീഷണൻ വന്ന്
അദ്ദേഹം കുംഭകർണൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രീരാമചന്ദ്രനോട് പറയുന്നു. അങ്ങനെ ശ്രീരാമചന്ദ്രൻ്റെ കൈകൾ കൊണ്ട് മരിക്കുവാൻ വേണ്ടി വന്നതാണ്. മരിക്കുവാൻ തയ്യാറെടുത്ത് തന്നെ വരികയാണ് കുംഭകർണൻ. അങ്ങനെ കുംഭകർണൻ യുദ്ധത്തിന് വേണ്ടി അലറി ഇങ്ങനെ വരുന്ന അവസരത്തിൽ തന്നെ അദ്ദേഹം പ്രത്യേകിച്ച് ആയുധങ്ങളൊന്നും ഉപയോഗിക്കാതെ തന്നെ തൻ്റെ കൈകൾ കൊണ്ട് തന്നെ 100 കണക്കിന് 1000 കണക്കിന് വാനരന്മാരെ ഞെക്കി ഉടയ്ക്കുകയാണ് ചെയ്യുന്നത്. കൈക്കകത്ത് തന്നെ 2 കൈകൾ ഉപയോഗിച്ച് ഇങ്ങനെ ചെറിയ പ്രാണികളെ നമ്മളൊക്കെ ഇങ്ങനെ കയ്യിൽ വെച്ചേക്കുന്ന മാതിരി വലിയ വലിയ വാനരന്മാരെയൊക്കെ ഓരോ കയ്യിലും ഇങ്ങനെ എടുത്തെടുത്ത് ഞെക്കി ഞെക്കി കൊല്ലുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒന്ന് കൈ വീശുമ്പോൾ തന്നെ 1000 കണക്കിന് വാനരന്മാർ ചത്തൊടുങ്ങുകയാണ്. അങ്ങനെ പിന്നെ കുറേ പേരെ വായിലേക്ക് വാരിയിടുകയും വിഴുങ്ങുകയും ഒക്കെ ചെയ്തങ്ങനെ വാനര സൈന്യത്തെ ഛിന്ന ഭിന്നമാക്കിക്കൊണ്ട് വരുന്ന ആ രംഗം കണ്ടിട്ട് വാനരന്മാരെല്ലാം ചെതറി നാലാവഴിക്കും ഓടിപ്പോയി. അങ്ങനെ അത്രയും ശക്തനായിട്ടുള്ള ആ കുംഭകർണൻ അദ്ദേഹത്തിൻ്റെ ആ യുദ്ധവീര്യം കണ്ട് ശ്രീരാമചന്ദ്രനും ലക്ഷ്മണകുമാരനും എല്ലാവരും ഭയങ്കര ഒരു വലിയ വിപത്ത് ആണല്ലോ നമ്മുടെ നേരെ വരുന്നതെന്ന് ചിന്തിച്ചു. അപ്പോൾ സുഗ്രീവൻ വളരെ ശക്തനായി ചെന്ന് ഒരു വലിയ പാറ പറിച്ചെടുത്തുകൊണ്ട് വന്ന് അതെടുത്ത് ഈ കുംഭകർണൻ്റെ ശരീരത്തെ ലക്ഷ്യമാക്കി എറിഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ തട്ടി ആ പാറ പൊടിഞ്ഞു പോവുകയാണ് ചെയ്തത്. അതിന് പകരമായി ഒരു വലിയ ശൂലമെടുത്ത് സുഗ്രീവൻ്റെ കഴുത്തിനെ ലക്ഷ്യമാക്കി എറിഞ്ഞു. അത് കഴുത്തിൽ തറച്ചു. അങ്ങനെ സുഗ്രീവൻ ബോധരഹിതനായി. ആ ശൂലമൊക്കെ ബ്രഹ്മദേവനിൽ നിന്നൊക്കെ വരം വാങ്ങിച്ച് കിട്ടിയ ശൂലമൊക്കെയാണ്. അങ്ങനെ ബോധരഹിതനായി നിലംപതിച്ച സുഗ്രീവനെ പൊക്കിയെടുത്ത് തോളിലിട്ടുകൊണ്ട് തിരിച്ച് ലങ്കയിലേക്ക് കൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ യുദ്ധം വിജയിച്ച കാഹളത്തോടുകൂടി പോകുന്ന അവസരത്തിൽ ലങ്കാനിവാസികളായ സ്ത്രീകളും മറ്റുള്ളവരുമൊക്കെ പനിനീരും ചന്ദനവും ഒക്കെ തളിക്കുകയും ദേഹത്തെ അലങ്കരിക്കുകയൊക്കെ ചെയ്ത് വളരെ സന്തോഷത്തോടുകൂടി എല്ലാവരും അദ്ദേഹത്തിനെ വരവേറ്റു. അങ്ങനെ കൊട്ടാരത്തിൽ കൊണ്ടുചെന്ന് സുഗ്രീവനെ ഇട്ട ശേഷം തൻ്റെ ജ്യേഷ്ഠനോട് വിജയിച്ച വിവരം പറയാൻ വേണ്ടി ചെന്നപ്പോൾ അപ്പോഴേക്കും സുഗ്രീവന് ബോധം തിരികെ വരികയും വളരെ ശക്തമായ ഒരു അലർച്ചയോടുകൂടി കുംഭകർണൻ്റെയും മറ്റ് രാക്ഷസന്മാരുടെയും ചെവിയും നാസ്വാദ്വാരങ്ങളും ഒക്കെ കടിച്ചു പറിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അടുത്ത കുതിപ്പിന് രാമസൈന്യത്തിലേക്ക് വരികയും ചെയ്തു. അതിനുശേഷം വർദ്ധിച്ച കോപത്തോടുകൂടി കുംഭകർണൻ വീണ്ടും ഏറ്റുമുട്ടുവാൻ വേണ്ടി വരികയാണ്. അതും വളരെ നാണം കെട്ട ഒരു അവസ്ഥ പോലെയാണ് തിരികെ വരുന്നത്. അപ്പോൾ കുംഭകർണനും ലക്ഷ്മണനും തമ്മിലാണ് പിന്നീട് ഏറ്റുമുട്ടിയത്. അങ്ങനെ ശരമാരി കൊണ്ട് പരസ്പരം ഒരു ശരം മാരി പോലെ മഴ പോലെ പരസ്പരം തൂങ്ങിക്കൊണ്ടിരുന്നു. ലക്ഷ്മണൻ്റെ ആവനാഴിയിൽ നിന്നും 1000 കണക്കിന് ശരങ്ങളാണ് ഒരേപോലെ കുംഭകർണൻ്റെ നേർക്ക് പാഞ്ഞത്. അതുപോലെ കുംഭകർണനിൽ നിന്നും പലതരത്തിലുള്ള ആയുധങ്ങൾ എതിർവശത്തെ സൈന്യത്തിൻ്റെ നേരെയും വർഷിച്ചുകൊണ്ടിരുന്നു. ഘോര യുദ്ധമാണ് നടന്നത്. അങ്ങനെ ലക്ഷ്മണന് അങ്ങനെ നിരന്തരം യുദ്ധം ചെയ്തതിന് ശേഷം ലക്ഷ്മണനെ വിട്ടിട്ട് ശ്രീരാമചന്ദ്രൻ്റെ നേർക്ക് അലറിയെടുക്കുകയാണ് കുംഭകർണൻ ചെയ്തത്. അങ്ങനെ അപ്പോൾ ശ്രീരാമചന്ദ്രനറിയാം തൻ്റെ കയ്യിൽ നിന്ന് മരണം വരിക്കാനാണ് ഇവൻ്റെ വരവെന്ന്. അങ്ങനെ കോദണ്ഡമെന്ന വില്ലുപയോഗിച്ച് ഭഗവാൻ ആദ്യം തന്നെ അവൻ്റെ ദക്ഷിണകരം അറുത്ത് കളയുകയാണ് ചെയ്തത്. ആ കൈ താഴെ വീണപ്പോൾ തന്നെ 100 കണക്കിന് വാനരന്മാരും രാക്ഷസന്മാരും ഒക്കെ മരിച്ചുപോയി. അത്രയ്ക്ക് ഒരു വലിയ മരത്തടി വീണതുപോലെയാണ് ആ കൈ ചെന്ന് വീണത്. ആ ഒരു കൈ നഷ്ടപ്പെട്ടപ്പോൾ വീണ്ടും അടുത്ത കൈയിൽ വലിയ മരവും ഗദയുമൊക്കെയായിട്ട് അലറി വരികയാണ്. അപ്പോൾ അടുത്ത ഒരസ്ത്രം കൊണ്ട് വാമഹസ്തവും അറുത്ത് വിട്ടു. ഈ 2 ഹസ്തങ്ങളും അറുത്ത് താഴെ വീഴുമ്പോൾ 1000 കണക്കിന് 10000 കണക്കിന് വാനരന്മാരും രാക്ഷസന്മാരും ഒക്കെ ചത്തൊടുങ്ങിപ്പോയി.
അതിനുശേഷം ഒരു വലിയ പർവ്വതത്തിൽ നിന്ന് രണ്ട് നദികൾ ഒഴുകുന്ന പോലെയാണ് അയാളുടെ ദേഹത്ത് നിന്ന് ആ രണ്ട് കരങ്ങൾ അറുത്ത് കഴിഞ്ഞപ്പോൾ ഈ രക്തം വീഴാൻ തുടങ്ങിയത്. അത്രയും ശക്തമായിട്ട് രക്തം ചീറ്റി ഇങ്ങനെ വന്നു രാമനെ വിഴുങ്ങുവാൻ വേണ്ടി വരുന്ന പോലെ വായ തുറന്നു വന്നപ്പോൾ ശ്രീരാമചന്ദ്രൻ എന്ത് ചെയ്തു? അവൻ്റെ കാലുകൾ രണ്ടും അടുത്ത ഓരോ അസ്ത്രം കൊണ്ട് എയ്ത് കളഞ്ഞു. അങ്ങനെ കാലും നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ആ ശരീരം ഒരു പർവ്വതം കണക്കെ ശരീരം ഉരുണ്ട് വന്ന് വായ ഇങ്ങനെ തുറന്ന് ഭഗവാനെ ഉപദ്രവിക്കുവാൻ വേണ്ടി അടുത്തപ്പോൾ ഒരു വൈഷ്ണവാസ്ത്രം ചെയ്തുകൊണ്ട് അയാളുടെ കുംഭകർണൻ്റെ തല അറക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. അങ്ങനെ അവൻ്റെ ഉടല് ചെന്ന് സമുദ്രത്തിൽ പതിക്കുകയും ശിരസ് രാവണൻ്റെ മന്ദിരത്തിലുമാണ് ചെന്ന് പതിച്ചത്. അങ്ങനെ വിഭീഷണൻ തൻ്റെ ജ്യേഷ്ഠൻ്റെ മരണം കണ്ടിട്ട് ആ മരിച്ച സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിക്കുകയാണ് ആത്മാവിന് ശാന്തി കിട്ടുവാൻ വേണ്ടി. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ശ്രീരാമചന്ദ്രൻ്റെ കൈകൾ കൊണ്ട് രാമശരമേറ്റ് മരിക്കുന്ന ആൾ പുണ്യ ലോകങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും. എന്നാലും തൻ്റെ ജ്യേഷ്ഠൻ, വളരെ സ്നേഹമുള്ള ജ്യേഷ്ഠൻ മരിച്ചത് കണ്ടിട്ട് അദ്ദേഹത്തിന് സഹിക്കാൻ വയ്യാതെ അദ്ദേഹം കരയുകയാണ്. ഈ കുംഭകർണനെ ആയിരുന്നു ഏറ്റവും വലിയ പ്രതീക്ഷ രാവണന്. കാരണം രാവണനേക്കാൾ വളരെ ശക്തനായിരുന്നു. അപ്പോൾ കുംഭകർണൻ്റെ മരണം അറിഞ്ഞ രാവണൻ വളരെ വലിയ വിലാപത്തിലേർപ്പെട്ടു. ഇനിയും തൻ്റെ പരാജയം നേരിൽ കണ്ടുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ നിൽക്കുകയാണ്. വളരെ ഹതാശയനായി, യാതൊരു പ്രതീക്ഷയുമില്ലാത്തവനായി. മരണം തൻ്റെ അരികിലേക്ക് വരുന്നു, പരാജയം തന്നെ മാടി വിളിക്കുന്നു എന്നുള്ള ഒരു ബോധത്തിലേക്ക് ഇങ്ങനെ വീണ് വിലപിക്കുകയാണ്. ആ അനുജൻ്റെ മരണവും തൻ്റെ പരാജയവും എല്ലാം ഓർത്തുകൊണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ കരച്ചിൽ കണ്ടിട്ട് ഇനിയും ഉള്ള രണ്ട് മക്കളുണ്ട്, അതികായനും തൃശിരസും. അതികായൻ വളരെ ശക്തനാണ്. പരമശിവനാണ് ആയുധവിദ്യയൊക്കെ പഠിപ്പിച്ചു കൊടുത്തത്. അതുപോലെ ബ്രഹ്മദേവനിൽ നിന്ന് ലഭിച്ച ഒരു പടച്ചട്ടയും ഉണ്ട്. അത് കിടക്കുന്നത് കൊണ്ട്, ആ പടച്ചട്ടയുള്ളത് കൊണ്ട് അവനെ ആർക്കും വധിക്കുവാൻ കഴിയില്ല എന്നാണ് ബ്രഹ്മദേവൻ അനുഗ്രഹവും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതികായനും തൃശിരസും പിന്നെ കുറേ സേനാനായകന്മാർ, ആ സേനാനായകന്മാരായിരുന്നു ദേവാന്തകനും നരാന്തകനും മഹോദരനും മഹാപാർശ്വനും മത്തനും ഉന്മത്തനും എന്നൊക്കെ തുടങ്ങുന്ന ഇനിയും ബാക്കിയുള്ള വലിയ വലിയ സേനാനായകന്മാർ അവശേഷിച്ചിരുന്നവരെല്ലാവരും കൂടി ഒന്നു ചേർന്ന് അങ്ങനെ ഒരു ചതുരംഗപ്പടയുമായി വന്ന് യുദ്ധം ആരംഭിക്കുകയാണ്. അവർ യുദ്ധസന്നദ്ധരായി പോകാൻ തയ്യാറായപ്പോൾ രാക്ഷസേശ്വരന് അല്പം ആശ്വാസം തോന്നി. അങ്ങനെ വലിയ യുദ്ധങ്ങൾ, വലിയ മദയാനയുടെ പുറത്താണ് കയറിയാണ് തൃശിരസ് വരുന്നത്. അങ്ങനെ ആനകളും കുതിരകളും ഒക്കെ വെട്ടി വീഴുകയും അവരുടെയൊക്കെ തലയറുത്ത് കളയുകയും അങ്ങനെ ആനയുടെയും കുതിരയുടെയൊക്കെ അലർച്ചയും അതുപോലെ തല നഷ്ടപ്പെട്ട ജഡങ്ങൾ ഇങ്ങനെ അന്തരീക്ഷത്തിലൂടെ ശക്തമായിട്ട് പറക്കുകയും ചോരപ്പുഴ അന്തരീക്ഷത്തിലൂടെ ആകാശത്തു നിന്ന് ചോര ഒഴുകുന്നത് പോലെ ഈ പറന്നു പോകുന്ന ശരീരങ്ങളിൽ നിന്ന് ചോര ഇങ്ങനെ രക്തം ഇങ്ങനെ അവിടെയെല്ലാം ചിരിഞ്ഞ് ചിതറുകയും ആ രണാങ്കണം ആകെ ഭീഭത്സമായി മാറി. അത്ര ശക്തമായ ഒരു യുദ്ധം തന്നെയാണ് അവിടെ നടന്നത്. അങ്ങനെ അംഗദനായിരുന്നു ദേവാന്തകനുമായിട്ട് ഏറ്റുമുട്ടിയത്. അംഗദൻ്റെ ശക്തമായ പ്രഹരമേറ്റ് ദേവാന്തകൻ കാലപുരിയിലേക്ക് പോയി. അതുപോലെ നീലൻ മഹോദരൻ്റെ നേരെ യുദ്ധം ചെയ്തു. മഹാപാർശ്വൻ്റെ നേരെ മാരുതിയാണ് യുദ്ധം ചെയ്തത്. ഇത് വലിയ വലിയ പാറകളും മരങ്ങളും ഉപയോഗിച്ച്, രഥത്തിൻ്റെ ചക്രങ്ങളൊക്കെ ഉപയോഗിച്ച്, ആയുധങ്ങളൊക്കെ ഉപയോഗിച്ച് ഹനുമാൻ തൻ്റെ ഗദയൊക്കെ ഉപയോഗിച്ചാണ് ഇവരെ എല്ലാം തച്ചുടച്ചതും അവരുടെയൊക്കെ ശരീരം ഛിന്ന ഭിന്നമാക്കിയതും. അതിനുശേഷം മത്തനെയും ഉന്മത്തനെയും എല്ലാം ഹനുമാൻ സ്വാമിയാണ് കൊന്നൊടുക്കിയത്. പിന്നീട് ലക്ഷ്മണനാണ് അതികായനുമായിട്ട് ഏറ്റുമുട്ടുന്നത്. അതികായൻ വളരെ ശക്തനായിരുന്നു. ആ അതികായനായ രാവണപുത്രനെ തോൽപ്പിക്കുവാൻ ആർക്കും പറ്റില്ല, ലക്ഷ്മണന് പറ്റില്ല എന്ന് തോന്നുമ്പോൾ, എങ്ങനെ നോക്കിയിട്ടും കൊല്ലാൻ കഴിയുന്നില്ലെന്ന് തോന്നുമ്പോൾ വായുദേവൻ വന്ന്
ഒരു അടുത്തു നിന്ന് മന്ത്രിക്കുന്നതായിട്ട് തോന്നും. അതികായന്റെ പടച്ചട്ട ബ്രഹ്മദേവന് കൊടുത്തതാണ്. അതുകൊണ്ട് ബ്രഹ്മാസ്ത്രം തന്നെ എയ്ത് ഇവനെ കൊല്ലുക തന്നെ വേണമെന്ന്. അങ്ങനെ ആ ബ്രഹ്മാസ്ത്രം എയ്ത് ആണ് അതികായനെ എൻ്റെ ശിരസ് അറക്കുന്നത്. അങ്ങനെ ആ ശിരസ്സും കൊണ്ട് ലക്ഷ്മണനും കവികളും എല്ലാവരും കൂടി ആർത്ത് വിജയഭേരി മുഴക്കിക്കൊണ്ട് ശ്രീരാമചന്ദ്രന്റെ മുന്നിൽ കൊണ്ട് ആ ശിരസ് സമർപ്പിക്കും. അതിനുശേഷം ഇത്രയും പേര്, തൻ്റെ മക്കളെല്ലാവരും മരിച്ചു, അതികായനും ത്രിശിരസും മരിച്ചു, അനുജൻ മരിച്ചു, പിന്നെ സേനാനായകന്മാരെല്ലാം മരിച്ചു, സൈനികർ മുഴുവനും ഏകദേശമുള്ള സൈനികരെല്ലാം തന്നെ പ്രധാനികളെല്ലാം മരിച്ചുപോയി. അപ്പോൾ ഇനിയും ആരുണ്ട്, എല്ലാം നഷ്ടപ്പെട്ടല്ലോ, എൻ്റെ വിധിയാകാം ഇത് എന്നൊക്കെ ഓർത്ത് വളരെ വിഷണ്ണനായിട്ട് തൻ്റെ കൊട്ടാരത്തിൽ ഇരിക്കുകയാണ്, ഇരുന്ന് വിലപിക്കുകയാണ് രാവണൻ. അപ്പോൾ രാവണന്റെ ഏറ്റവും പ്രധാന പുത്രൻ, മണ്ഡോദരിയിലുണ്ടായ മൂത്ത മകനാണ് ഇന്ദ്രജിത്ത്. ഇന്ദ്രജിത്തിന് ഒരുപാട് രാവണനോളം തന്നെ വളരെ ശക്തിയും വിശിഷ്ടമായിട്ടുള്ള ആയുധങ്ങളും അസ്ത്രങ്ങളും എല്ലാം ഉള്ള ആളാണ്. ധാരാളം വരബലങ്ങളും ലഭിച്ച ആളാണ്, മായാവിദ്യക്കാരനുമാണ്. അപ്പോൾ അദ്ദേഹം ചെന്ന് അച്ഛനോട് പറയുകയാണ്, അച്ഛൻ വിഷമിക്കണ്ട, ഞാനുണ്ടല്ലോ അച്ഛന്, എല്ലാവരും നഷ്ടപ്പെട്ടാലും ഞാനൊരാൾ അങ്ങയെ വീണ്ടെടുക്കുവാൻ, നമുക്ക് വിജയം വരിക്കുവാൻ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് എന്നെ അനുഗ്രഹിച്ച് അയക്കൂ എന്ന് പറഞ്ഞപ്പോൾ മോനെ വളരെ ഗാഢമായി ആലിംഗനം ചെയ്ത് ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചു വിടുകയാണ്. നീ ജയിച്ചു വരൂ മകനെ എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഇന്ദ്രജിത്ത് സർവായുധങ്ങളും സർവ്വസൈന്യങ്ങളും സൈന്യസമേതനായിട്ട് ചെല്ലുകയാണ്. അപ്പോൾ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോട് പറയുകയാണ്, ഞാൻ തന്നെ ഈ ഇന്ദ്രജിത്തിനെ നേരിട്ടുകൊള്ള, ഇവൻ മായാവിയാണ്, പല മായാപ്രയോഗങ്ങളും ഇതിനു മുമ്പും കാണിച്ചിട്ടുള്ളതാണല്ലോ, അതുകൊണ്ട് അനുജ നീ ഇതിന് മുതിരണ്ടാണ്. അപ്പോൾ ലക്ഷ്മണൻ പറയുന്നു, ജ്യേഷ്ഠ, ഞാൻ അങ്ങയുടെ അനുഗ്രഹത്തോടെ ഇവനെ ഞാൻ നേരിട്ടുകൊള്ളാം, അങ്ങ് എന്നെ അനുഗ്രഹിച്ചാൽ മാത്രം മതിയെന്ന്. അങ്ങനെ ലക്ഷ്മണന്റെ ആഗ്രഹത്തിന് വിട്ടുകൊടുക്കുന്നു. ഇന്ദ്രജിത്തും ലക്ഷ്മണനും തമ്മിൽ വളരെ ഘോര യുദ്ധം നടക്കുന്നു. അപ്പോൾ ഈ യുദ്ധത്തിൽ ഇവന്റെ മായാപ്രയോഗങ്ങൾ എങ്ങനെ ഉണ്ടാകുമെന്ന് അറിയാൻ വേണ്ടി വിഭീഷണൻ മറ്റൊരു ഭാഗത്ത് നിലയുറപ്പിക്കുന്നു. അങ്ങനെ നേരം രാത്രിയാകുന്നു. വളരെ ഘോരമായ യുദ്ധം നടക്കുകയാണ്. പല വിധത്തിലുള്ള ദിവ്യാസ്ത്രങ്ങളാണ് പരസ്പരം പ്രയോഗിക്കുന്നത്. നാഗാസ്ത്രവും ആഗ്നേയാസ്ത്രവും പർജന്യാസ്ത്രം, അതുപോലെ വരുണാസ്ത്രം, ഐന്ദ്രാസ്ത്രം, ഗരുഡാസ്ത്രം, അങ്ങനെ വായവ്യാസ്ത്രം, അതായത് നമ്മുടെ ദേവന്മാരുമായിട്ട് ബന്ധപ്പെട്ട അസ്ത്രങ്ങളാണ്. ഓരോ ദേവന്മാരും കൊടുക്കുന്ന വിശിഷ്ടമായ അനുഗ്രഹം നിറഞ്ഞ അസ്ത്രങ്ങളാണ് അതൊക്കെ. അത് പരസ്പരം എയ്യുകയാണ്. അങ്ങനെ പലതരത്തിലുള്ള അസ്ത്രങ്ങൾ പരസ്പരം എയ്തെങ്കിലും ആരും പരാജയപ്പെടാതെ നിൽക്കുകയാണ്. അതിനുശേഷം ലക്ഷ്മണകുമാരൻ വളരെ വിദഗ്ധമായ രീതിയിൽ മേഘനാഥന്റെ തേരിൽ കിട്ടിയിരുന്ന കുതിരകളുടെ എല്ലാം ശിരസ്സറുത്തു, ആ തേരാളിയെയും വധിച്ചു, രഥവും തകർത്തു. അപ്പോൾ മേഘനാഥന് വളരെ ക്ഷീണമുണ്ടായി. ഈ സമയം ഇന്ദ്രജിത്ത് ഒരു നാരായണനെ ജപിച്ചുകൊണ്ടുള്ള നാരായണാസ്ത്രം അയക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ നാരായണന്റെ സപ്താക്ഷരി മന്ത്രം ജപിച്ച് ലക്ഷ്മണൻ ജപിച്ചത് കാരണം ലക്ഷ്മണന് ആ അസ്ത്രം വന്ന് വണങ്ങിയിട്ട് പോവുകയാണ്. തിരിച്ച് മേഘനാഥന്റെ തൂണീരത്തിൽ ചെന്ന് വീടുകയാണ് ചെയ്തത്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇനി എങ്ങനെയാണ് ഇവരെ പരാജയപ്പെടുത്തുക എന്നുള്ള ആ ഒരു വിഭ്രമം കയറിയിട്ട് മായാസുരനായ ഈ മേഘനാഥൻ മേഘങ്ങളുടെ ഉള്ളിലേക്ക് മറഞ്ഞുപോയി. അങ്ങനെ ഉള്ളിൽ പോയി മറഞ്ഞതിന് ശേഷം ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുകയാണ്. അവസാനമായിട്ട് പ്രയോഗിക്കുന്ന അസ്ത്രമാണ് ബ്രഹ്മാസ്ത്രം. ഇപ്പോഴും അതുതന്നെയാണ് നമ്മുടെ ആധുനിക കാലത്തും ബ്രഹ്മാസ്ത്രങ്ങളൊക്കെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ലോകം നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ബ്രഹ്മാസ്ത്ര പ്രയോഗം നടത്തിയപ്പോൾ ലക്ഷ്മണനെ ഉദ്ദേശിച്ച് നടത്തിയാണ്. പക്ഷെ അതിൻ്റെ ശക്തി കൊണ്ട് വാനര സൈന്യം മുഴുവൻ അവിടെ മരിക്കുകയാണ്, ബോധം നഷ്ടപ്പെട്ട് മരണപ്രായരാകുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ട്
ഈ യുദ്ധം കണ്ടുകൊണ്ട് നിന്ന ശ്രീരാമചന്ദ്രൻ അരികിലേക്ക്, ലക്ഷ്മണകുമാരൻ്റെ അരികിലേക്ക് ഓടി വരികയാണ് ചെയ്യുന്നത്. അദ്ദേഹം ബ്രഹ്മാസ്ത്രത്തെ നമിച്ചു. കാരണം തിരിച്ച് ബ്രഹ്മാസ്ത്രം കൊണ്ടേ എയ്ത് തോൽപ്പിക്കാൻ കഴിയുള്ളൂ. അടുത്ത ആളും ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഈ ആയുധങ്ങളുടെ പരസ്പര ശക്തി കൊണ്ട്, കൂട്ടിമുട്ടലുകൾ കൊണ്ട് ഈ പ്രപഞ്ചം തന്നെ നശിച്ചു പോകും. അപ്പോൾ തങ്ങളുടെ യുദ്ധം കാരണം മറ്റ് മനുഷ്യരും ലോകവും നശിക്കുന്നതോർത്ത് ശ്രീരാമചന്ദ്രൻ ബ്രഹ്മാസ്ത്രത്തെ വണങ്ങുകയും ശ്രീരാമചന്ദ്രനും ആ അസ്ത്രത്തിൻ്റെ പ്രയോഗം കൊണ്ട്, അതിൻ്റെ ശക്തി കൊണ്ട് അവിടെ ബോധരഹിതനായി ഇങ്ങനെ കിടക്കുകയാണ്. എല്ലാ വാനരന്മാരും ബോധം നഷ്ടപ്പെടുകയല്ല, മരണത്തോട് മല്ലിടുന്ന ഒരു അവസ്ഥയിലേക്ക്, മരണത്തിലേക്കാണ് പോയത്. അതിനുശേഷം വിജയ ആഹ്ലാദത്തോടുകൂടി മേഘനാഥൻ കൊട്ടാരത്തിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ രാവണൻ ഗാഠമായി ആലിംഗനം ചെയ്ത് മകനെ ആശ്ലേഷിക്കുകയാണ് സന്തോഷം കൊണ്ട്. അങ്ങനെ അപ്പോൾ എല്ലാവരുടെയും ജഡങ്ങൾ എടുത്ത്, പ്രഭാതമാകുമ്പോൾ ഈ മരിച്ചവരുടെ ജഡമെല്ലാം എടുത്ത് കടലിൽ എറിയുവാൻ രാവണൻ കൽപ്പിക്കുന്നു. അതുപോലെ തന്നെ സീതാദേവിയെ പുഷ്പക വിമാനത്തിൽ കയറ്റി രാമനും സൈന്യങ്ങളും ഒക്കെ മരിച്ചു കിടക്കുന്നത് കാണാൻ വേണ്ടി വിളിച്ചുകൊണ്ട് പോകാൻ ആൾക്കാരെ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സീതാദേവി ഇരിക്കുന്ന അശോകവനിയിലേക്ക് ചെന്നപ്പോൾ ദേവി വിഭീഷണന്റെ മകളായ ത്രിജടയുടെ മടിയിലിങ്ങനെ ത്രിജടയുടെ അരികിൽ ദേവിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ത്രിജട ഇങ്ങനെ ഇരിക്കുകയാണ്. വളരെ കരഞ്ഞ് വിഷമിച്ച് ഈ യുദ്ധത്തിന്റെ എല്ലാവരും മരിച്ചു. അതാത് സമയങ്ങളിൽ വിവരങ്ങൾ അറിയുകയാണ്. എല്ലാവരും മരിച്ചു, ഇനി നിനക്ക് ആരും ആശ്വാസമില്ല, ആശ്രയമില്ല എന്നൊക്കെ രാവണന്റെ ദൂതന്മാർ വന്ന് ദേവിയോട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ദേവിയുടെ ഈ വിലാപം കണ്ടിട്ട് ത്രിജട ചോദിക്കും, എന്തിനാണ് ദേവി ഇങ്ങനെ കരയുന്നത്? ഒരിക്കലും കരയേണ്ട കാര്യമില്ല. ആർക്കും ശ്രീരാമചന്ദ്രനെ തോൽപ്പിക്കാൻ, ലക്ഷ്മണകുമാരനെയും അതുപോലെ തന്നെ ചിരഞ്ജീവിയായ ഹനുമാനെയും തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. പിന്നെ ദേവി എന്തിനിങ്ങനെ വിഷമിക്കുന്നു? അവർ എത്രയും വേഗം അടുത്ത ദിവസം തന്നെ രാവണനെ വധിച്ച് ദേവിയെ വീണ്ടെടുത്ത് ഈ ലങ്ക വിഭീഷണന്റെ അധികാരത്തിൽ എത്തിക്കുകയും തിരിച്ച് അയോധ്യയിലേക്ക് ദേവിയെ കൊണ്ടുപോവുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് ദേവി ഒരു കാരണവശാലും വിഷമിക്കരുത് എന്ന് പറഞ്ഞ ആശ്വാസവാക്കുകളൊക്കെ പറഞ്ഞ് വിഷമിച്ച് കിടക്കുന്ന ദേവി പുഷ്പക വിമാനത്തിൽ കയറാനും തൻ്റെ ഭർത്താവിൻ്റെയും അനുജൻ്റെയും വാനര സൈന്യത്തിൻ്റെയും മൃതശരീരം കാണുവാനും ഒന്നും ദേവി തയ്യാറായില്ല. അങ്ങനെ എല്ലാവരും ഇങ്ങനെ ബോധരഹിതരായി കിടക്കുന്ന അവസരത്തിൽ വിഭീഷണൻ ഇങ്ങനെ നിശബ്ദമായ ആ അന്തരീക്ഷത്തിലേക്ക് രാത്രിയിൽ കടന്നു വരികയാണ്. അപ്പോൾ ഹനുമാനും അതിൻ്റെ ബ്രഹ്മാസ്ത്ര പ്രയോഗം കൊണ്ട് അല്പനേരത്തേക്ക് കാഴ്ചയൊക്കെ നഷ്ടപ്പെട്ട പോലെ ഒരു മയക്കം സംഭവിച്ചുവെങ്കിലും ചിരഞ്ജീവിയായ ഹനുമാൻ അവിടെ ഉണർന്ന് തന്നെ ഇരുന്ന് ആരെങ്കിലും ഒക്കെ ജീവനോടുണ്ടോയെന്ന് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന അവസരത്തിൽ വിഭീഷണനും അങ്ങനെ തന്നെ അന്വേഷിക്കുകയാണ്. ശ്രീരാമചന്ദ്രനും ലക്ഷ്മണകുമാരനും ഒക്കെ മരിച്ചു കിടക്കുന്നു, സുഗ്രീവൻ ഉൾപ്പെടെ എല്ലാവരും. അത് കണ്ടിട്ട് വിഷമിച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ ചെറിയ വെളിച്ചത്തിലൂടെ ഇങ്ങനെ നോക്കി നടക്കുവാണ്, വാനര സൈന്യത്തിൽ ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ. അപ്പോഴാണ് ഹനുമാൻ സ്വാമിയും ഇങ്ങനെ ആ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് അവർ നോക്കുന്നത്. അവർ പരസ്പരം കണ്ടുമുട്ടുന്നു. അങ്ങനെ അവർ നോക്കി ചെന്നപ്പോൾ ജാമ്പവാൻ ഇങ്ങനെ കണ്ണ് തുടച്ച് തൻ്റെ കണ്ണിലൂടെ ഒഴുകുന്ന ചോരയൊക്കെ തൂത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ജാമ്പവാൻ ബ്രഹ്മദേവന്റെ മകനായത് കാരണമാണ്. ജാമ്പവാനും മരണമില്ലാത്ത ആളാണ്, അതും ഒരു ചിരഞ്ജീവിയായ ആളാണ് ജാമ്പവാൻ. ഭാഗവതത്തിലും ത്രേതായുഗത്തിൽ കഴിഞ്ഞ് ദ്വാപര യുഗത്തിലും ജാമ്പവാനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ശ്രീമദ് ഭാഗവതത്തിൽ. അപ്പോൾ ജാമ്പവാൻ പറയുന്നു, എനിക്ക് മരണം സംഭവിച്ചില്ല, പക്ഷെ നമ്മുടെ ഹനുമാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ജീവിച്ചതിന് തുല്യമാണ്. ഹനുമാൻ മരിച്ചു പോയെങ്കിൽ നമ്മളെല്ലാവരും മരിച്ചതിന് തുല്യമാണ്. അപ്പോൾ ഹനുമാൻ പറയുന്നു, ഞാനിവിടെ ഉണ്ട് ജാമ്പവാനെ എന്നൊക്കെ പറയുകയാണ്, ഞാനിവിടെ ഉണ്ടെന്ന്, എനിക്ക് മരണം സംഭവിച്ചില്ലെന്ന്. അപ്പോൾ ജാമ്പവാൻ ഹനുമാനോട് പറയുകയാണ്, എത്രയും വേഗം നീ മേരുപർവ്വതത്തിലേക്ക് പോകണം. കൈലാസത്തിനും അപ്പുറമാണ് മേരുപർവ്വതം. അവിടെയാണ് ആ മേരുപർവ്വതത്തിൻ്റെ ഏറ്റവും വലിയ ഗിരിശൃംഗങ്ങളിലാണ് കൈലാസവും അതുപോലെ തന്നെ
നമ്മുടെ വൈകുണ്ഠ ലോകം, ഭഗവാൻ ശയിക്കുന്ന ആ വൈകുണ്ഠ ലോകവും ബ്രഹ്മലോകവും എല്ലാം ആ ഭാഗത്താണ്. കൈലാസ പർവ്വതത്തിനും അപ്പുറത്തുള്ള മേരു പർവ്വതത്തിൻ്റെ ഉന്നതമായ ശൃംഗങ്ങളിൽ, അതിൻ്റെ 2 ഉയർന്ന ശൃംഗങ്ങൾക്കിടയിലുള്ള ഒരു ഭാഗത്ത് വളരെ വിശേഷപ്പെട്ട ഔഷധ ചെടി നിൽപ്പുണ്ട്. അത് കൃത്യമായിട്ട് ജാമ്പവാൻ അറിയാം. ജാമ്പവാൻ വാമന അവതാരത്തിൽ ഭഗവാൻ ഈ ഭൂമിയെ 3 അടിയായി അളന്ന സമയത്ത് അതിൻ്റെ സന്തോഷ സൂചകമായിട്ട് ഭൂമിക്ക് 21 തവണ വലം വെച്ചതാണ്, പെരുമ്പറ കൊട്ടി മുഴക്കി. അങ്ങനെ മേരുപർവ്വതത്തിൽ തൻ്റെ പാദങ്ങൾ മുട്ടിയപ്പോൾ ആ മേരുപർവ്വതമാണ് ജാമ്പവാനെ വൃദ്ധനായി പോകട്ടെ എന്ന് ശപിക്കുന്നത്. അങ്ങനെയാണ് വാർദ്ധക്യം ബാധിക്കുന്നത്. അപ്പോൾ പ്രപഞ്ചത്തിലെ എല്ലാ സ്ഥലങ്ങളും ജാമ്പവാന് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ആ പ്രത്യേക ഭാഗം പറഞ്ഞു കൊടുക്കുകയാണ്, അവിടേക്ക് നീ പോകൂ. ഇവരുടെ പ്രഭാതമായി കഴിഞ്ഞാൽ ഇവരുടെ ശവമൊക്കെ എടുത്ത്, എല്ലാവരുടെയും ജഡങ്ങളെടുത്ത് നദിയിൽ സമുദ്രത്തിലെറിയും. അതിന് മുമ്പ് തന്നെ ആ വിശിഷ്ടങ്ങളായിട്ടുള്ള ഔഷധ സസ്യങ്ങൾ കൊണ്ടുവരണം എന്ന് പറയുകയാണ്. ശല്യകരണി, വിശല്യകരണി, സന്താനകരണി, അവസാനത്തേതാണ് മൃതസഞ്ജീവനി. ഈ 4 സസ്യങ്ങളുണ്ട്. ഇത് വേദാത്മികമാണ്. സൂര്യപ്രഭ പോലെ, സൂര്യ വെളിച്ചം പോലെ, ഇങ്ങനെ സൂര്യനെ പോലെ തിളങ്ങി നിൽക്കുന്ന ആ ചെടികൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതിനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കുന്നു, എങ്ങനെ പോകണമെന്നില്ല. അങ്ങനെ ഇത് കേട്ട സമയത്ത് നിനക്ക് മാത്രമേ അതിന് കഴിയുകയുള്ളൂ. എത്രയും വേഗം അവിടെ പോയി അത് കൊണ്ടുവരാൻ നമ്മുടെ കൂട്ടത്തിൽ മറ്റാർക്കും കഴിയില്ല. ഈ നമ്മുടെ വാനരന്മാരെയും എല്ലാവരെയും നമുക്ക് രക്ഷിച്ചെടുക്കണ്ടേ. ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും ഏതായാലും അവർക്കൊരു ആപത്ത് സംഭവിക്കുകയില്ല. പക്ഷേ എല്ലാ കവികുലങ്ങളെയും എല്ലാവരെയും രക്ഷിച്ചെടുക്കാൻ ഈ മരുന്ന് അത്യാവശ്യമാണെന്ന് പറയുന്നു. അപ്പോൾ ഹനുമാൻ ഇത് കേട്ടുകൊണ്ട് വളരെ ഒരു ഹുങ്കാര ശബ്ദത്തോടുകൂടി മഹേന്ദ്രഗിരിയുടെ മുകളിലേക്ക് ചാടിക്കേറി ഇങ്ങനെ ശരീരം വലുതാക്കിക്കൊണ്ട് ഒറ്റ കുതിപ്പിന് കൈലാസപർവ്വതത്തെ, മേരുപർവ്വതത്തെ ലക്ഷ്യമാക്കി ഇങ്ങനെ സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ നിമിഷങ്ങൾക്കുള്ളിൽ അവിടെ എത്തുന്നതിന് വേണ്ടി പറക്കുമ്പോൾ കാലനേമിയുടെ അരികിലേക്ക് രാത്രിയിൽ ഇങ്ങനെ രാവണൻ ചെല്ലുന്നതാണ് അടുത്ത ഭാഗം. രാവണന്റെ ഒരു സഹായി ആണ് കാലനേമി. വളരെ മാരീചനെ പോലെ വളരെ തന്ത്രശാലിയായ ഒരു രാക്ഷസനാണ്. അപ്പോൾ വളരെ മറിമായങ്ങൾ ചെയ്യുന്ന രാക്ഷസനാണ് കാലനേമി. അപ്പോൾ പാതിരാത്രി സമയത്ത് ആരും കൂട്ടിനില്ലാതെ തന്നെ വന്ന രാവണനെ കണ്ടിട്ട് കാലനേമി ചോദിക്കുന്നു, എന്തുപറ്റി അങ്ങക്ക് എന്ന് ചോദിക്കുമ്പോഴാണ് യുദ്ധത്തിൽ എല്ലാവരും എതിർവശത്തുള്ള എല്ലാവരും മരിച്ചു. എൻ്റെ മകൻ മേഘനാഥൻ എല്ലാവരെയും കൊന്നു. പക്ഷേ അവരെ ജീവിപ്പിക്കുവാനുള്ള ഔഷധം തേടി മാരുതി പോയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഹിമാലയ പാർശ്വങ്ങളിൽ പോയി ഒരു മഹർഷിയുടെ ഒരു താപസാശ്രമമൊക്കെ സൃഷ്ടിച്ച് ഒരു മഹർഷിയുടെ രൂപത്തിൽ പോയി അവിടെ ഹനുമാനെ എത്രയും വേഗം താമസിപ്പിക്കുക. ആ സമയം താമസിപ്പിച്ചതിന് ശേഷം അപ്പോൾ സമയം കഴിഞ്ഞാൽ ഈ ജഡങ്ങളൊക്കെ ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ ആ മരുന്ന് കൊണ്ടുവന്നിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഹനുമാന്റെ യാത്ര തടസ്സപ്പെടുത്തുവാൻ നല്ല വാക്കുകളൊക്കെ പറഞ്ഞൊരു താപസിയായി അവിടെ ചെല്ലണം എന്നൊക്കെ പറഞ്ഞ്, അപ്പോൾ ഇദ്ദേഹം ഇത് കേൾക്കുമ്പോൾ പറയും, എന്തിനാണ് എല്ലാവരും നഷ്ടപ്പെട്ടു, പുത്രന്മാരും നഷ്ടപ്പെട്ടു, ബന്ധുക്കൾ നഷ്ടപ്പെട്ടു, കൊച്ചുമക്കളും സേനാനായകന്മാരും എല്ലാവരും നഷ്ടപ്പെട്ടിട്ട് ഇനിയും അങ്ങക്ക് ശ്രീരാമചന്ദ്രന്റെ മുന്നിൽ ചെന്ന് മാപ്പ് പറഞ്ഞിട്ട് സീതാദേവിയെ കൊടുത്തിട്ട് അങ്ങ് വാനപ്രസ്ഥത്തിന് പോകരുതോ? അങ്ങക്ക് അതല്ലേ നല്ലത്? അങ്ങ് രാമനാമം ജപിച്ച് അല്ലെങ്കിൽ ഭഗവാനെ ധ്യാനിച്ച് കൊണ്ട് അങ്ങക്ക് ജീവിച്ചുകൂടെ? അങ്ങയുടെ ഒരാളുടെ ജീവൻ രക്ഷപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുമ്പം ഇതൊക്കെ കേട്ടിട്ട് രാവണൻ വളരെ ദേഷ്യപ്പെട്ട് വാള് ഉറയിൽ നിന്നെടുക്കുകയാണ്. നിന്നെ ഞാൻ ഇപ്പോൾ തന്നെ കൊന്നുകളയും, ഞാൻ പറയുന്നത് അനുസരിക്കാനാണ്, അല്ല നീ എന്നെ ഉപദേശിക്കാനല്ല ഞാൻ ഈ രാത്രിയിൽ വന്നത് എന്നൊക്കെ പറഞ്ഞ്. അത് കേട്ടിട്ട് അദ്ദേഹം പറയും, ഞാൻ അങ്ങയുടെ ആവശ്യം നടത്തി തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ആ സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഹനുമാൻ സ്വാമി അവിടെ ചെല്ലുമ്പോൾ
നേരത്തെ ചെന്നപ്പോൾ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ഒരു താപസാശ്രമം കണ്ടുകൊണ്ട് അദ്ദേഹം അവിടെ ഇത് എനിക്ക് വഴി തെറ്റിയതാണോ? മുന്നേ ഞാനിവിടെ വന്നപ്പോൾ ഇങ്ങനെ ഒരു ആശ്രമം കണ്ടിട്ടില്ലായിരുന്നല്ലോ. ഇത് തന്നെയല്ലേ വഴി? ഇവിടെ അല്ലേ എനിക്ക് പോകേണ്ട സ്ഥലം എന്ന് കരുതി ഏതായാലും ഒരു ആശ്രമമാണല്ലോ എന്നിങ്ങനെ ആശ്രമത്തിൻ്റെ പരിസരത്ത് ഇങ്ങനെ ശങ്കയോടുകൂടി സ്ഥലം തെറ്റിപ്പോയോ എന്നറിയാനുള്ള ആശങ്കയോടുകൂടി നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ആശ്രമത്തിനകത്തിൽ 5 തിരി ഒക്കെ ഇട്ട് നിലവിളക്കൊക്കെ കൊളുത്തി വെച്ച് ഒരു താപസ ശ്രേഷ്ഠനിരുന്ന് ഭജിക്കുന്നു. അപ്പോൾ ഹനുമാനെ കണ്ടുകൊണ്ട് ഉടനെ പറയുന്നു, ഹനുമാൻ, അങ്ങയുടെ വരവിനെക്കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ട്. ശ്രീരാമകാര്യത്തിന് വേണ്ടി പോവുകയല്ലേ? രാമകാര്യമൊക്കെ വളരെ കൃത്യമായിട്ട് ആ ഔഷധം കണ്ടുപിടിക്കുവാനുള്ള മന്ത്രമൊക്കെ ഞാൻ പറഞ്ഞു തരാം. അങ്ങ് പോയി എത്രയും വേഗം ആ സരസിൽ പോയി സ്നാനം ചെയ്തിട്ട് വരൂ, ഞാനൊരു മന്ത്രമൊക്കെ ഉപദേശിച്ചു തരാം എന്ന് പറയുകയാണ് അദ്ദേഹത്തിനോട്. അതുപോലെ എൻ്റെ അടുക്കൽ നിന്ന് വെള്ളമൊക്കെ കുടിച്ചു, എൻ്റെ കമണ്ടലുവിലിരിക്കുന്ന ഈ വെള്ളം ചോദിക്കുമ്പോൾ പറയും, ഈ കമണ്ടലുവിൽ വെള്ളം കുടിക്കൂ എന്ന് പറയുമ്പോൾ അത് പോരാ എൻ്റെ ദാഹത്തിന് എന്ന് പറയുമ്പോൾ ഒരു ശിഷ്യനെ കൂട്ടി സരസിലേക്ക് വിടുകയാണ്, നദി കാണിച്ചു കൊടുക്കാൻ ആ രാത്രിയിൽ. അവിടെ ചെന്ന് നദിയിൽ കയ്യിൽ വെള്ളം എടുത്ത് ഇങ്ങനെ മുഖത്തേക്ക് എടുക്കുമ്പോൾ ഹനുമാൻ വിചാരിക്കും ഇതിൽ യഥാർത്ഥത്തിൽ സത്യസന്ധനായിട്ടുള്ള താപസനാണെന്നാണ് വിചാരിക്കുന്നത്. അതുപോലെ ശ്രീരാമൻ്റെ കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട്. ശ്രീരാമചന്ദ്രനും ലക്ഷ്മണകുമാരനും വാനര സൈന്യവും എല്ലാം രക്ഷപ്പെട്ടു. അവരെല്ലാവരും അവരുടെ ജീവനെല്ലാം തിരികെ കിട്ടി. അവരെല്ലാം യുദ്ധസന്നദ്ധരായി വീണ്ടും റെഡിയായി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ആ മരുന്ന് അന്വേഷിച്ചൊന്നും കണ്ടുപിടിച്ച് കൊണ്ടുപോകേണ്ട കാര്യമില്ല എന്നൊക്കെ ഹനുമാനോട് പറയുന്നുണ്ട്. എങ്കിലും ഹനുമാൻ നദിയിൽ ചെന്നിട്ട് കയ്യിൽ വെള്ളം കോരി ഇങ്ങനെ മുഖത്തേക്ക് ഒഴിക്കാൻ നോക്കുമ്പോഴാണ് അതിഭീകരമായ ഒരു മുതല ഹനുമാനെ വിഴുങ്ങുവാൻ വേണ്ടി മുകളിലേക്ക് ചാടി വരുന്നു. ഹനുമാൻ തൻ്റെ 2 കരങ്ങളും ഉപയോഗിച്ച് ആ മുതലയുടെ വായ വലിച്ചു കീറി അതിനെ കൊല്ലുന്നു. അപ്പോൾ ആ മുതലയുടെ ശരീരത്തിൽ നിന്ന് അത്ഭുത രൂപത്തിലുള്ള ഒരു വലിയ ഒരു പ്രകാശ വെളിച്ചം ഒരു സുന്ദരിയായ സ്ത്രീയായി മാറി. ആ സ്ത്രീ പറയുകയാണ്, ഞാനൊരു ഗന്ധർവ സ്ത്രീയായിരുന്നു, എനിക്കൊരു മുനി എന്നെ ശപിച്ചാണ് ഞാനൊരു ഈ നദിയിലെ ഒരു രാക്ഷസ തിമംഗല ഒരു മുതലയായി മാറിയത്. എനിക്ക് ശാപമോക്ഷം കിട്ടിയായിരുന്നു. ഭഗവാന്റെ മകനായ ഹനുമാന്റെ കരസ്പർശത്താൽ നിനക്ക് ശാപമോക്ഷം കിട്ടി, പൂർവ്വ സ്ഥലത്തേക്ക് തന്നെ പോകും എന്ന്. അപ്പോൾ അങ്ങ് ഹനുമാൻ സ്വാമിയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് പറയുന്നു, അങ്ങ് രാമകാര്യത്തിന് വേണ്ടി വന്നതാണെന്നറിയാം. അങ്ങ് കണ്ട ആ താപസാശ്രമവും അവിടുത്തെ താപസന്മാരും അവിടുത്തെ ആ മഹർഷിയും എല്ലാം പിന്നെ കാലനേമി എന്ന രാവണ രാക്ഷസന്റെ ഭൃത്യനായ മറ്റൊരു രാക്ഷസൻ മായാവിയാണ്. അവരുടെ മായാലോകം കൊണ്ട് സൃഷ്ടിച്ചെടുത്തതാണ് അതൊന്നും യാഥാർത്ഥ്യമല്ല എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങയുടെ യാത്ര മുടക്കുവാനും ലക്ഷ്യം തടസ്സപ്പെടുത്തുവാനും വേണ്ടി രാവണൻ പറഞ്ഞു വിട്ട മായാജാലക്കാരനാണ് എന്ന് പറയുകയാണ്. അവനെ ഇപ്പം തന്നെ വധിക്കണം അങ്ങ് എന്ന് പറഞ്ഞിട്ട് ഹനുമാൻ സ്വാമി കാലനേമിയുടെ അരികിലേക്ക് വീണ്ടും ആശ്രമത്തിലേക്ക് ചെല്ലുമ്പോൾ, എന്താണ് ഇത്ര വൈകിയേ? ഇവിടെ വരൂ, ഞാൻ ദക്ഷിണയൊക്കെ തരൂ, ഞാൻ മന്ത്രം ഉപദേശിച്ച് തരാം എന്നൊക്കെ പറയുമ്പോൾ ഹനുമാൻ സ്വാമി ഒന്നും പറയാതെ തന്നെ തൻ്റെ മുഷ്ടി മടക്കി അയാളുടെ നെഞ്ചിലേക്ക് പ്രഹരിക്കുകയാണ്. ഒറ്റയടിക്ക് തന്നെ കാലനേമി കാലപുരിയിലേക്ക് എത്തി. അതിനുശേഷം മഹേന്ദ്ര പർവ്വതത്തിൻ്റെ ഉന്നതമായ ശൃംഗങ്ങളിൽ എല്ലാം ആ ഔഷധ സസ്യങ്ങളെ തിരഞ്ഞു ജാമ്പവാൻ പറഞ്ഞത് പ്രകാരം. പക്ഷേ ഏതാണ് സസ്യമെന്ന് കണ്ടെത്താൻ കഴിയാത്തതിനാൽ ക്രോധത്തോടെ അതിനൊന്നും കണ്ടെത്തുവാൻ ഇനി സമയവും ഇല്ലല്ലോ. അത് കാരണം വളരെ ക്രോധാവേശനായ ഹനുമാൻ സ്വാമി ആ പർവ്വതത്തെ കുത്തിപ്പറിച്ചെടുത്ത് കൊണ്ടുപോവുകയാണ്. തൻ്റെ ഒരു കയ്യിൽ വെച്ചുകൊണ്ട് ഒരു പക്ഷിയെ കണക്കെ പറന്നു പോവുകയാണ്. അപ്പോൾ ഹനുമാൻ സ്വാമി എത്ര ശക്തനാണെന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ അവിടെ യുദ്ധ സ്ഥലത്ത് കൊണ്ടത് വെക്കുമ്പോൾ തന്നെ അതിലെ ഏതാണ് ഔഷധം, മൃതസഞ്ജീവനി ഏതാണ്,
ശല്യകരണിയും വിശല്യകരണിയൊക്കെ ഏതാണെന്ന് അറിയാൻ കഴിയാത്തത് കാരണം ആ മരിച്ചവരുടെ അവിടെ കൊണ്ടത് വെക്കുമ്പോൾ തന്നെ അതിൻ്റെ കാറ്റ് ഏറ്റിട്ട് തന്നെ ആ മൃതപ്രായരായി കഴിഞ്ഞവരെല്ലാം ഉറക്കത്തിൽ നിന്ന് ഉണർന്നതുപോലെ എഴുന്നേറ്റ് വന്നു. അപ്പോൾ അത്രയ്ക്കും അത്ഭുത സസ്യങ്ങൾ നിറഞ്ഞ ഒരു പർവ്വതമായിരുന്നു അത് അത്രയും വിശുദ്ധമായ സ്ഥലത്താണ് ദേവന്മാരുടെ, അതായത് വിഷ്ണു ഭഗവാന്റെയും കൈലാസപർവ്വതവും ബ്രഹ്മലോകവും അതുപോലെ യമലോകവും എല്ലാം നിറഞ്ഞ ആ ഒരു പ്രദേശത്തുള്ള മേരു പർവ്വതത്തിൻ്റെ ഒരു ഭാഗത്ത്. അപ്പോൾ അവിടെ മരണമൊന്നും ഇല്ല, സംഭവിക്കുന്നില്ല. ദേവന്മാർക്ക് അവർ അമരത്വം ഉള്ളവരായിട്ട് ജീവിക്കുന്ന ഇങ്ങനെയൊക്കെയുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഔഷധികളൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ്, ആ ഔഷധികളൊക്കെ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അത് മനുഷ്യർക്ക് അവിടെയെങ്ങും നമുക്ക് പ്രാപ്യമല്ല എത്തുവാൻ. കൈലാസത്തിൻ്റെ ഉന്നത ശൃംഗങ്ങളിലെങ്ങും മനുഷ്യർക്ക് കടന്നു പോകാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഹിമാലയത്തിൻ്റെ ചെറിയ കുറച്ച് ഭാഗങ്ങളിലല്ലേ മനുഷ്യർക്ക് ചെന്നെത്താൻ കഴിയുള്ളൂ. അപ്പോൾ അതിൻ്റെ കാറ്റേറ്റപ്പോൾ തന്നെ മരിക്കാറായി കിടന്നവരെല്ലാം രക്ഷപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ അവരെല്ലാവരും വീണ്ടും ഉണരുകയും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ പോലെ ഉണർന്നു. വീണ്ടും ഹനുമാൻ സ്ഥലത്ത് തന്നെ പർവ്വതത്തെ കൊണ്ട് വയ്ക്കുകയുണ്ടായി. ഈ മരിച്ചവരുടെ, അതായത് വാനരന്മാരല്ലാതെ രാക്ഷസന്മാരായിട്ട് ഉള്ളവർ മരിച്ചവരുടെയൊക്കെ ജഡം കടലിൽ എറിഞ്ഞു. അതുകൊണ്ട് അവർ ആരും രക്ഷപ്പെട്ടില്ല എന്നും വാൽമീകി എഴുത്തച്ഛൻ വിശദീകരിക്കുന്നു.